Hi dear students, welcome to Innovations online classes. Assistant Professor in Electrical and Electronics Engineering എന്ന പോസ്റ്റിലേക്ക് കേരള PSC നടത്തിയ കാറ്റഗറി നമ്പർ 724/2021 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ വേർഷൻ കോഡ് ബിയിലെ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: In a parallel resonance circuit, why does the current lag behind the source voltage at frequencies below resonance? Option A, because circuit is predominantly resistive. Option B, because circuit is predominantly inductive. Option C, because circuit is predominantly capacitive. Option D, none of the above. നമ്മൾ പഠിച്ചിട്ടുണ്ട് parallel resonance circuitൽ below resonant frequency the circuit is inductive. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ലാഗ് ബിഹൈൻഡ് ദ സോഴ്സ് വോൾട്ടേജ്. അപ്പോൾ നമുക്കിവിടെ പറയാം ബിക്കോസ് ദ സർക്യൂട്ട് ഈസ് പ്രിഡോമിനൻ്റ്ലി ഇൻഡക്റ്റീവ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇഫ് ദ ഇംപിഡൻസ് പാരാമീറ്റേഴ്സ് ആർ ഗിവൺ ആസ് R, then the corresponding circuit of two port network will be. ഇവിടെ നമുക്ക് 4 2 port നെറ്റ്വർക്ക് ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇംപിഡൻസ് മെട്രിക്സ് കണ്ടുപിടിച്ചാൽ ഇങ്ങനെയാണ് വരേണ്ടത്: R. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജനറലായിട്ട് ഇങ്ങനെയുള്ള ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഇംപിഡൻസ് മെട്രിക്സ് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ZA, ZB, ZC നമുക്ക് കിട്ടുന്നത് ZA പ്ലസ് ZC, 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 ZC പ്ലസ് ZB. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന മെട്രിക്സിൽ എല്ലാവരും ഈക്വലാണ്. അപ്പോൾ ഇവിടെ ഈ ZA ZB 0 ആയി കഴിഞ്ഞാൽ, ZA 0 ഓം, ZB 0 ഓം ആയി കഴിഞ്ഞാൽ ഈ ഒരു മെട്രിക്സിൽ ZC മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ZA 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷോർട്ടാണ് അല്ലേ. ZB 0 എന്ന് പറഞ്ഞാൽ ഷോർട്ടാണ്. ഇവിടെ ZC എന്ന് പറഞ്ഞാൽ നമ്മൾ R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇംപിഡൻസ് മെട്രിക്സ് എങ്ങനെ കിട്ടും? ZC 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 ZC, അതായത് R എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിങ്ങനെ പഠിച്ചു വെക്കണം. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യാൻ നമുക്ക് അറിയുന്നതാണ്, പക്ഷേ ആ സമയത്ത് ഡെറൈവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഒബ്റ്റെയിൻ ദ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ഗിവൺ. ഇവിടെ നമുക്കൊരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നോക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പാരലൽ സീരീസ് കണക്ഷൻസ് ഉണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ ഈ 2 കപ്പാസിറ്റേഴ്സ് പാരലലാണ് അല്ലേ, പാരലലാണ്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ C1 പ്ലസ് C2 2 മൈക്രോ ഫാരഡ് എന്ന് എഴുതാം. പിന്നെ ഈ 2 കപ്പാസിറ്റേഴ്സ് പാരലലാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് പാരലലാണെങ്കിൽ കപ്പാസിറ്ററിൽ 2 കപ്പാസിറ്റൻസ് വാല്യൂ ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെയും 1 + 1 2 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. ഇനി ഇവിടെ ഈ 2 കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ്? സീരീസ് ആണ്. ഇപ്പോൾ സീരീസ് ആവുന്ന സമയത്ത് ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആകുമ്പോൾ ഇതിൻ്റെ പകുതിയാണ് വരിക അല്ലേ, 1/2 ഫാരഡ് എന്ന് വരും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരക്കാൻ പറ്റും. ഞാൻ ഇവിടെ 1 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് 1 മൈക്രോ ഫാരഡ് 2 മൈക്രോ ഫാരഡ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു നെറ്റ്വർക്ക് ഇങ്ങനെയാവും. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതെന്താണ്? ഒരു ബ്രിഡ്ജാണ്. ഇതൊരു ബ്രിഡ്ജാണ്, പക്ഷേ ഇതൊരു അൺബാലൻസ്ഡ് ബ്രിഡ്ജാണ്. അപ്പോൾ അൺബാലൻസ്ഡ് ബ്രിഡ്ജിൽ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. എക്കും ബിക്കും അക്രോസുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വാല്യൂ കിട്ടുന്നത് 1.4 മൈക്രോ ഫാരഡാണ്. അപ്പോൾ ഇത് കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് അൺബാലൻസ്ഡ് ബ്രിഡ്ജിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുന്ന വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഇനി ഇതിനോട് ആര് പാരലലാണ്? ഇവിടെ ഒരു 1/2 ഉണ്ട് അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ കപ്പാസിറ്റൻസ്, ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് അക്രോസ് എ ആൻഡ് ബി നമുക്ക് കിട്ടുക 1.4 പ്ലസ് 0.5 ആണ്. അപ്പോൾ നമുക്ക് 1.9 മൈക്രോ ഫാരഡ് എന്നാണ് കിട്ടുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് എ ഫ്ലക്സ് ഓഫ് 100 മൈക്രോ വെബർ
in an air gap of length 0.2 mm and area of cross section is 1 centimeter square, the mmf required is. ഇവിടെ നമ്മൾ mmf കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ mmf കണ്ടുപിടിക്കാനുള്ള ഫോർമുല mmf ഈസ് ഈക്വൽ ടു mmf എന്ന് പറഞ്ഞാൽ ni ആണ്. ni ഈസ് ഈക്വൽ ടു HL ആണ്. ഇവിടെ നമുക്ക് ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. അവിടെ എച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ മ്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി ബൈ മ്യൂ ഇൻറ്റു എൽ എന്ന് കിട്ടും. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. ബി ഇസ് ഈക്വൽ ടു ഫ്ലക്സ് പെർ ഏരിയ. അപ്പോൾ ഇതിങ്ങനെ കൺവേർട്ട് ചെയ്യാനുള്ള കാരണം നമുക്കിവിടെ തന്നിട്ടുള്ളത് ഫ്ലക്സ്, എയർ ഗ്യാപ്പ് ലെങ്ത്ത്, ഏരിയ. അപ്പോൾ നമുക്കിവിടെ ബിക്ക് 5/a എന്ന് കൊടുക്കുമ്പോൾ 5L ഡിവൈഡഡ് ബൈ എ മ്യൂ എന്ന് കിട്ടും അല്ലേ. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫ്ലക്സ് തന്നിട്ടുണ്ട് 100 മൈക്രോ ആണ് അല്ലേ. 100 മൈക്രോ ഇൻറ്റു ലെങ്ത്ത്, എയർ ഗ്യാപ്പ് ലെങ്ത്ത് തന്നിട്ടുണ്ട് 0.2 mm ഡിവൈഡഡ് ബൈ ഏരിയ തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എയർ ആയതുകൊണ്ട് നമുക്ക് മ്യൂ 0 എടുക്കാം. മ്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 4π ഇൻറ്റു 10⁻⁻7 ആണ്. അപ്പോൾ ഇവിടെ 100 ഇൻറ്റു മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻6 ആണ് ഇൻറ്റു 0.2 അല്ലേ. ഇത് നമ്മളെല്ലാം മീറ്ററിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നെ മാറ്റുമ്പോൾ 10⁻³ എന്ന് വരും ഡിവൈഡഡ് ബൈ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റുമ്പോൾ 10⁻⁻4 ഇൻറ്റു 4π ഇൻറ്റു 10⁻⁻7. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500/π എന്ന് കിട്ടും. 500/π. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. എ റിംഗ് ഷേപ്പ്ഡ് കോയിൽ വിത്ത് ഫിക്സഡ് നമ്പർ ഓഫ് ടേൺസ് of it carries a current of certain magnitude. If an iron core is threaded into the coil without any change in the coil dimensions, the magnetic induction density will remains unaffected. Option B reduce, option C unpredictable, option D increases. അപ്പോൾ ഇവിടെ ഒരു റിംഗ് ഷേപ്പ്ഡ് കോയിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇസ് ഈക്വൽ ടു മ്യൂ ni/L ആണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് ഇഫ് ആൻ അയൺ കോർ ഈസ് ത്രെഡഡ് ഇൻ ടു ദ കോയിൽ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ കോയിൽ ഡയമെൻഷൻ. കോയിലിൻ്റെ ഡയമെൻഷനിലൊന്നും മാറ്റം വരുത്തുന്നില്ല. അപ്പോൾ ഈ ഒരു അയൺ കോർ ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ സംഭവിക്കുക അതിൻ്റെ പെർമിയബിലിറ്റി കൂടും അല്ലേ. മ്യൂ ആർ കൂടും, മ്യൂ കൂടും. മ്യൂ കൂടുമ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻക്രീസ് ആണ് ചെയ്യും. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ ആൻഡ് സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ? ഓപ്ഷൻ എ സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ ഹാസ് high cutoff frequency. Option B second order low pass filter has low cutoff frequency. Option C lower voltage gain. Option D higher voltage gain. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്ററിനേക്കാളും കൂടുതലാണ്. അതായത് സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ ഹാസ് ഹൈ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. If the voltage and current in an AC circuit are given by V is equal to 200 sin omega t plus 30 and I is equal to 10 sin omega t minus 60, then the power factor of the circuit is. അപ്പോൾ ഇവിടെ നമ്മൾ പവർ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കോസ് ഫൈ ആണ്. പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു കോസ് ഫൈ. ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് ഇവിടെ നമുക്ക് ω t പ്ലസ് 30 എന്ന് പറയുമ്പോൾ എന്താണ് ω t മൈനസ് 30 അല്ലേ. അപ്പോൾ -30 ഇവിടുത്തെ ആംഗിളിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി അല്ലേ. മൈനസ് ഇവിടുത്തെ ആംഗിൾ 60 ആണ്, 60. അപ്പോൾ -90. കോസ് 90 എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് 90 എന്ന് പറഞ്ഞാലും കോസ് -90 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, 0 ആണ് അല്ലേ. അപ്പോൾ പവർ ഫാക്ടർ നമുക്ക് എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് മീഡിയ ഈസ്.
ഓപ്ഷൻ എ ഇൻഫൈനൈറ്റ്, ഓപ്ഷൻ ബി 0, ഓപ്ഷൻ സി ഡിപ്പെൻഡ് അപ്പോൺ ദ വാല്യൂ ഓഫ് ചാർജ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. ഒരു പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് മീഡിയം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. അപ്പോൾ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, 2 പോയിന്റ് ചാർജസ് Q1 is equal to 1 nanocoulomb and Q2 is equal to 2 nanocoulomb are at a distance apart. Which of the following is incorrect? Option A, the force on Q1 is repulsive. Option B, the force on Q2 is along the line joining them. Option C, the force on Q2 is the same in magnitude as that on Q1. Option D, as the distance between them decrease, the force on Q1 increase linearly. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ചാർജ്, പോയിൻ്റ് ചാർജ് Q1 അതേപോലെ Q2. Q1 എന്ന് പറഞ്ഞാൽ 1 നാനോ കൂളുംബാണ്, Q2 എന്ന് പറഞ്ഞാൽ 2 നാനോ കൂളുംബാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം രണ്ട് ചാർജുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ആ ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ കൂളുംസ് ലോ പ്രകാരം ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F is equal to 1/4πε0 Q1 Q2 r². ഇത് രണ്ടും തമ്മിൽ ഡിസ്റ്റൻസ് r ആണെങ്കിൽ r². അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ചാർജും എന്താണ്? അവിടെ പോസിറ്റീവ് ചാർജാണ്. രണ്ടും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇതെന്താണ്? റിപ്പൾസീവ് ആണ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റാണ്. ദ ഫോഴ്സ് ഓൺ Q1 ഈസ് റിപ്പൾസീവ്. ഇനി അടുത്ത്, ദ ഫോഴ്സ് ഓൺ Q2 ഈസ് അലോങ് ദ ലൈൻ ജോയിനിങ് ദം. Q2 ആണെങ്കിലും Q1 ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, ഈ ഒരു ലൈനിലായിരിക്കും. അപ്പോൾ അലോങ് ദ ലൈൻ ജോയിനിങ് ദം. അപ്പോൾ അതും കറക്റ്റാണ്. ഓപ്ഷൻ സി, ദ ഫോഴ്സ് ഓൺ Q2 ഈസ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആസ് ദാറ്റ് ഓൺ Q1. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് കിട്ടുന്നതാണ്. രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഇതും കറക്റ്റാണ്. ഓപ്ഷൻ ഡി, ആസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഡിക്രീസസ്, ദ ഫോഴ്സ് ഓൺ Q1 ഇൻക്രീസസ്. ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഇവിടെ എഫ് പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കുറയുമ്പോൾ ഫോഴ്സ് കൂടും, ശരിയാണ്. പക്ഷേ ഇവിടെ ലീനിയർലി എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇത് തെറ്റാണ്. കാരണം r² എന്ന് പറയുമ്പോൾ അത് ലീനിയർ ആയിട്ട് ആവില്ല. അപ്പോൾ ലീനിയർ ആയിട്ടല്ല. അപ്പോൾ ഓപ്ഷൻ ഡി എന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, 2 identical coaxial circular coils carry same current I, but in opposite direction. The magnitude of magnetic field B at a point on the axis midway between the coils is. Option A 0, option B same as that produced by one coil, option C twice that produced by one coil, option D half that produced by one coil. അപ്പോൾ ഇവിടെ രണ്ട് ഐഡൻറ്റിക്കൽ കോയാക്സിയൽ സർക്കുലർ കോയിൽസ് ഉണ്ട്. രണ്ടിലൂടെയും സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രം ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സർക്കുലർ കോയിൽസ് കാണാം. രണ്ടിലൂടെയും I എന്നുള്ള സെയിം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് B അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് മിഡ്വേ ബിറ്റ്വീൻ ദ കോയിൽസ് ഈസ്. അപ്പോൾ നമ്മളിവിടെ തമ്പ് റൂൾ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ടാണ് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് മുകളിലോട്ടാണ് വരിക. അപ്പോൾ ഇവിടെ B1 ഈ ഒരു ഡയറക്ഷനിലോട്ട്. ഇനി താഴത്തെ കോയിലിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാവും എന്താണ്? താഴോട്ടാണ്. നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് താഴോട്ടാണ്. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 + B2 ആണ്. അപ്പോൾ ഇവിടെ B1 + B2. അപ്പോൾ ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് -B2 എന്ന് പറയാം. അപ്പോൾ B1 - B2. അപ്പോൾ സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും അല്ലേ? രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ നെറ്റ് എഫക്റ്റ് ക്യാൻസൽ ചെയ്തു. അതായത് B1 - B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് പോയിൻറ്റിംഗ് വെക്ടർ ഈസ്. പോയിൻറ്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പവർ പെർ ഏരിയ ആണ് അല്ലേ? പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്, ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ
പവർ പെർ ഏരിയ എന്ന് പറയുമ്പോൾ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റോക്സ് തിയറം ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓപ്ഷൻ എ, ഏരിയ എൻക്ലോസ്ഡ് ബൈ എ ഫംഗ്ഷൻ ഇൻ ദ ഗിവൺ റീജിയൻ. ഓപ്ഷൻ ബി, വോളിയം എൻക്ലോസ്ഡ് ബൈ എ ഫംഗ്ഷൻ ഇൻ ദ ഗിവൺ റീജിയൻ. ഓപ്ഷൻ സി, ലീനിയർ ഡിസ്റ്റൻസ്. ഓപ്ഷൻ ഡി, കേൾ ഓഫ് ദി ഫംഗ്ഷൻ. എന്താണ് സ്റ്റോക്സ് തിയറം? സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ വെക്റ്റർ ഫീൽഡ്, ഇൻ്റഗ്രൽ എച്ച് ഡി എൽ, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ വെക്റ്റർ ഫീൽഡ്. ഇവിടെ വെക്ടറായിട്ട് നമ്മളെടുത്തത് എച്ച് ആണ്, മാഗ്നറ്റിക് ഫീൽഡ്. അറൗണ്ട് എ ക്ലോസ്ഡ് കർവ് സി ഈസ് ഈക്വൽ ടു ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ദി കേൾ ഓഫ് ദാറ്റ് വെക്ടർ. ഇവിടെ നമ്മളെടുത്ത വെക്ടർ എച്ച് ആണ്. അപ്പോൾ കേൾ അല്ലേ, ഡെൽ ക്രോസ് എച്ച്, ഇതിനെയാണ് കേൾ എന്ന് പറയാം. കേൾ ഓഫ് ദാറ്റ് വെക്ടർ ടേക്കൺ ഓവർ എനി സർഫസ് എസ്. അപ്പോൾ ഇതാണ് സ്റ്റോക്സ് തിയറം. ഇവിടുന്ന് വളരെ ക്ലിയർ ആണ്, നമുക്ക് സ്റ്റോക്സ് തിയറം യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ ഡെൽ ക്രോസ് എച്ച് അല്ലേ, ഇവിടെ നിന്നിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഡെൽ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾ ആണ്. സോ വി ക്യാൻ ഫൈൻഡ് കേൾ ഓഫ് ദി ഫംഗ്ഷൻ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് വെൻ എ സർക്കുലർ കണ്ടക്ടർ of very high radius is subjected to a current of 12 ampere and the point P is at the center of the conductor. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ കറണ്ട് ലൂപ്പ്. അപ്പോൾ ഇവിടെ ഈ ഒരു ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല B is equal to mu I r square. I എന്ന് പറഞ്ഞാൽ കറണ്ട്, R എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ്, R square divided by 2 into r square plus x square. X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, all raised to 3/2. അപ്പോൾ ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നുണ്ട് പോയിൻ്റ് പി എന്ന് പറയുന്നത് ഇവിടെ അല്ല, ഇവിടെ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് 0 ആണ്, എക്സ് is equal to 0 ആണ്. അപ്പോൾ നമുക്കിവിടെ ഫോർമുല എങ്ങനെ എഴുതാം? B is equal to mu I r square divided by 2 എക്സ് 0. അപ്പോൾ എക്സ് സ്ക്വയർ 0 ആവും. ആർ സ്ക്വയർ റൈസ് ടു 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർ ക്യൂബാണ് അല്ലേ, ആർ ക്യൂബാണ്. അപ്പോൾ ഇവിടെ ആർ സ്ക്വയറിൽ ഈ ആർ സ്ക്വയറും ആർ ക്യൂബിൽ ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആർ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ബി പ്രപ്പോർഷണൽ ടു 1/r എന്ന് പറയും, ബി പ്രപ്പോർഷണൽ ടു 1/r. ഇവിടെ എടുത്ത് പറയുന്നുണ്ട് സർക്കുലർ കണ്ടക്ടർ ഓഫ് വെരി ഹൈ റേഡിയസ് ഈസ് സബ്ജക്റ്റഡ് ടു എ കറണ്ട് ഓഫ് 12 ആംപിയർ. അപ്പോൾ ഇവിടെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ എന്താ സംഭവിക്കുക? മാഗ്നറ്റിക് ഫീൽഡ് കുറയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിൻ്റെ ഏറ്റവും മാക്സിമത്തിലെത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് I of t ടെൻസ് ടു I of s is equal to 2/s into 1 plus s. As t tends to infinity, the value of I of t tends to. ഇപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കറണ്ടിൻ്റെ I of t എന്നുള്ള കറണ്ടിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം തന്നിട്ടുണ്ട് 2/s into 1 plus s. ഇത് ഫ്രീക്വൻസി ഡൊമൈനിലാണ്, എസ് ഡൊമൈനിലാണ്. അപ്പോൾ നമ്മൾക്ക് ടൈം t ടെൻസ് ടു ഇൻഫിനിറ്റിയിലെ കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ എളുപ്പം എന്താണ്? ഇതിന് ടൈം ഡൊമൈനിക്ക് കൺവേർട്ട് ചെയ്യാണ്. എങ്ങനെയാണ് എസ് ഡൊമൈനിൽ നിന്ന് ടൈം ഡൊമൈനിക്ക് കൺവേർട്ട് ചെയ്യുക? ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്താൽ മതി. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് I of t കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കിതിനെങ്ങനെ എഴുതാൻ പറ്റും? 2 into 1/s minus 1/s plus 1 എഴുതാം അല്ലേ. is equal to 2 into 1/s-ൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. 1/s plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to minus t ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് I of t. ഇനി ഇവിടെ t എങ്ങോട്ടാണ് പോകുന്നത്? ഇൻഫിനിറ്റിയിലോട്ടാണ് അല്ലേ. അപ്പോൾ t ഇൻഫിനിറ്റി അപ്രോച്ച് ചെയ്യുമ്പോൾ e raised to minus t എങ്ങോട്ട് പോകും? e raised to minus t. e raised to minus t എന്ന് പറഞ്ഞാൽ 1/e raised to t ആണ്. അപ്പോൾ e raised to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 1/infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ e raised to minus t 0 പോകും. അപ്പോൾ ഇത് 0 പോയി കഴിഞ്ഞാൽ പിന്നെ I of t എന്ന് പറയുമ്പോൾ എന്താണ്? 2 എന്ന് മാത്രമായിട്ട് വരും അല്ലേ. 2 into 1 minus 0. അപ്പോൾ I of t ഈസ് ഈക്വൽ ടു 2 into 1 minus 0 ഈസ് ഈക്വൽ ടു 2. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 2. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ,
A system is defined by its impulse response h of n is equal to 2 raised to n u of n minus 2. The system is option A stable and causal, option B stable but not causal, option C causal but not stable, option D unstable but non causal. അപ്പോൾ ഇവിടെ ഈ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എച്ച് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2 raised to n അല്ലേ. ഈ 2 raised to n എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? 2 raised to n എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക അല്ലേ. ഇതിൻ്റെ ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കൂടി വരും. ഇത് ഹൈ വാല്യൂ. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ എന്താണ്, സിസ്റ്റം അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്കത് അൺസ്റ്റേബിൾ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം, നോട്ട് സ്റ്റേബിൾ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ. ഇനി കോസലാണോ നോൺ കോസലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റു യു ഓഫ് എൻ മൈനസ് 2 എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് എച്ച് ഓഫ് എൻ എക്സിസ്റ്റ് എന്താണ്, ഇവിടെ നിന്ന് അങ്ങോട്ടേ ഉള്ളൂ, എൻ ഗ്രേറ്റർ ദാൻ 2 അല്ലേ. അപ്പോൾ എൻ ഗ്രേറ്റർ ദാൻ 2, എൻ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇതെന്താണ്, കോസലാണ്. നമുക്കറിയാം കോസലാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വരിക ഓപ്ഷൻ സി ആണ്, കോസലാണ്. പക്ഷേ എന്താണ്, നോട്ട് സ്റ്റേബിൾ. കോസൽ ബട്ട് നോട്ട് സ്റ്റേബിൾ, അൺസ്റ്റേബിൾ. ഓക്കെ, അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. The signal x of n is equal to e raised to j omega n plus e raised to j 2 omega n is option A eigenfunction for positive values of omega, option B eigenfunctions of LTI system, option C not an eigenfunction of LTI system, option D may or may not be eigenfunction. അപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷനിലൊക്കെ ഐഗൺ ഫംഗ്ഷൻ ഓഫ് എൽ ടി ഐ സിസ്റ്റം, നോട്ട് ആൻ ഐഗൺ ഫംഗ്ഷൻ ഓഫ് എൽ ടി ഐ സിസ്റ്റം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു എൽ ടി ഐ സിസ്റ്റത്തിൻ്റെ ഐഗൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു എൽ ടി ഐ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ലാംഡ എക്സ് ഓഫ് ടി ആണെങ്കിൽ ദ ഔട്ട്പുട്ട് ഈസ് എ സ്കെയിൽഡ് വേർഷൻ ഓഫ് ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻപുട്ടിനെ ഈ ഒരു എൽ ടി ഐ സിസ്റ്റത്തിൻ്റെ ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് നമ്പറാണ്. ലാംഡ ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഇറ്റ് ഈസ് നോൺ ആസ് ഐഗൺ വാല്യൂസ് ഓഫ് എൽ ടി ഐ സിസ്റ്റം. ഐഗൺ വാല്യൂസ് ഓഫ് എൽ ടി ഐ സിസ്റ്റം. അപ്പോൾ ഔട്ട്പുട്ട് ഈസ് എ സ്കെയിൽഡ് വേർഷൻ ഓഫ് ഇൻപുട്ട്. ദെൻ ദ ഇൻപുട്ട് ഈസ് കോൾഡ് ഐഗൺ ഫംഗ്ഷൻ ഓഫ് എൽ ടി ഐ സിസ്റ്റം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും ഈ ഇൻപുട്ട് ഐഗൺ ഫംഗ്ഷൻ ആണോ അല്ലേ എന്നുള്ളത്. നമുക്കിവിടെ തന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ എൻ പ്ലസ് ഇ റേസ് ടു ജെ 2 ഒമേഗ എൻ ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് സിഗ്നലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആകുമ്പോൾ എക്സ് ഓഫ് എൻ, എച്ച് ഓഫ് എൻ, വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ, ഡിസ്ക്രീറ്റ് കൺവല്യൂഷനാണ് വരിക. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ എൻ പ്ലസ് ഇ റേസ് ടു ജെ 2 ഒമേഗ എൻ. അപ്പോൾ ഇതിൻ്റെ കൺവല്യൂഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും, ഔട്ട്പുട്ട് ഓഫ് ദ ഗിവൺ എൽ ടി ഐ സിസ്റ്റം ഈസ് വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് കെ ഇ റേസ് ടു ജെ ഒമേഗ എൻ മൈനസ് കെ പ്ലസ്, അപ്പോൾ ഇവിടെ ഫസ്റ്റിൻ്റെ ഇത് വെച്ചിട്ടുള്ള കൺവല്യൂഷനാണ് ആദ്യം. പിന്നെ അടുത്തത് സിഗ്മ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് കെ ഇ റേസ് ടു ജെ 2 ഒമേഗ എൻ മൈനസ് കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൽ നിന്ന് ഇ റേസ് ടു ജെ ഒമേഗ എൻ പുറത്തെടുക്കാം. അതേപോലെ സെക്കൻഡ് ടേമിൽ നിന്ന് ഇ റേസ് ടു ജെ 2 ഒമേഗ എൻ പുറത്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇത്രയും ടേം, ഈ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയാണ്, ഇങ്ങനെ കിട്ടും. അതേപോലെ ഈ ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഓഫ് ഇ റേസ് ടു ജെ 2 ഒമേഗയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഇതിനെ സ്കെയിൽഡ് വേർഷനായിട്ട് എഴുതാൻ പറ്റില്ല. അതായത് ഇൻപുട്ട് ഈ ലാസ്റ്റിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് ലാംഡ ഇൻറ്റു എക്സ് ഓഫ് ടി എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇതൊരു ഐഗൺ ഫംഗ്ഷനാണ്, ഇൻപുട്ട് ഈസ് ആൻ ഐഗൺ ഫംഗ്ഷൻ ഓഫ് എൽ ടി സിസ്റ്റം എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയ ഫൈനൽ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നമുക്ക് ആരെയും പുറത്തെടുക്കാനൊന്നും പറ്റില്ല. നമുക്കിതിനെ ഇൻപുട്ടിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് അത് ഇൻപുട്ട് എക്സ് ഓഫ് എൻ ഈസ് നോട്ട് ആൻ ഐഗൺ ഫങ്ഷൻ ഓഫ് LTA സിസ്റ്റം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ സി ആണ്. സി ഈസ് ദ റൈറ്റ് ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, if u of d denotes the unit step function, which of the following is an example of bounded signal? ഇവിടെ നമുക്ക് 4 സിഗ്നൽ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ടി യു ഓഫ് ടി, ഓപ്ഷൻ ബി ഇ റൈസ് ടു ടി യു ഓഫ് ടി, ഓപ്ഷൻ സി ഇ റൈസ് ടു മൈനസ് ടു ടി യു ഓഫ് ടി, ഓപ്ഷൻ ഡി ഇ റൈസ് ടു ടി സൈൻ ടി യു ഓഫ് ടി. അപ്പോൾ ഇതിൽ ഏതാണ് ബൗണ്ടഡ് സിഗ്നൽ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ബൗണ്ടഡ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൗണ്ടഡ് സിഗ്നൽ ഈസ് ദി കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഹാവിങ് ഫൈനൈറ്റ് വാല്യൂസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. അപ്പോൾ ഏത് ടൈം ഇൻ്റർവെല്ലിൽ ടൈം ഇൻസ്റ്റൻറ്റിൽ എടുത്താലും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കവിടെ ഫസ്റ്റ് സിഗ്നൽ നോക്കാം, ടി യു ഓഫ് ടി. ടി യു ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, ടി യു ഓഫ് ടി. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് സംഭവിക്കുകയാണ്, മുകളിലോട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇത് ഇൻഫിനിറ്റിയിലോട്ട് പോവാണ്. അപ്പോൾ ടി ഒരുപാട് കൂടുന്ന സമയത്ത് എന്താണ് ഇൻഫൈനൈറ്റ് വാല്യൂ വരും. അപ്പോൾ ഇതെന്താണ് അൺബൗണ്ടഡ് ആണ്. ഇനി രണ്ടാമത്തെ സിഗ്നൽ നമുക്ക് നോക്കാം, ഇ റൈസ് ടു ടു ടി യു ഓഫ് ടി. ഇ റൈസ് ടു ടു ടി എന്ന് പറയുമ്പോൾ എന്താണ് ഇത് ഇങ്ങനെ മുകളിലോട്ടാണ് പോവുക. അപ്പോൾ ഇതും എന്താണ് അൺബൗണ്ടഡ് ആണ്. കാരണം എന്താണ് ആംപ്ലിറ്റ്യൂഡ് കൂടി വരികയാണ്. അപ്പോൾ ഒരു ഹൈ ടൈം ഇൻഫൈനൈറ്റ് ടൈം എത്തുന്ന സമയത്ത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഇൻഫിനിറ്റി ആയിട്ടുണ്ടാവും. ഇനി അടുത്തത് മൂന്നാമത്തത് ഇ റൈസ് ടു മൈനസ് ടു ടി യു ഓഫ് ടി. അപ്പോൾ അതിൽ ഇ റൈസ് ടു മൈനസ് ടു ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് വരിക അല്ലേ, ഇതാണ് ഇ റൈസ് ടു മൈനസ് ടു ടി, എക്സ്പോണൻഷ്യൽ ഡിക്കാണ് ഇങ്ങനെയാണ്. ഇവിടെ ഇൻറ്റു യു ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ടു ടി യു ഓഫ് ടിയുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബൗണ്ടഡ് സിഗ്നലാണ്. കാരണം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ടൈം ഇൻഫിനിറ്റി ആകുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് 0 ആയിട്ട് മാറും. അപ്പോൾ ഇതൊരു ബൗണ്ടഡ് സിഗ്നലാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റത്തും കൂടെ ചെക്ക് ചെയ്യാം, ഇ റൈസ് ടു ടി സൈൻ ടി. അപ്പോൾ ഇ റൈസ് ടു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, സൈൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക എന്താണ് ഇങ്ങനെയാണ് വരിക. അതായത് ആംപ്ലിറ്റ്യൂഡ് കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ ഇതും എന്താണ് അൺബൗണ്ടഡ് ആണ്. അപ്പോൾ ഇവിടെ ബൗണ്ടഡ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഓപ്ഷൻ സി ആണ്, ഇ റൈസ് ടു മൈനസ് ടു ടി യു ഓഫ് ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മളോട് എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയറിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുല പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കായിട്ട് റിസൾട്ടായിട്ട് കുറച്ച് സെറ്റ് ട്രാൻസ്ഫോം പഠിക്കണം. അപ്പോൾ എല്ലാ പ്രോബ്ലം നമ്മൾ എക്സാമിന് ചെയ്യാവുന്ന സമയത്ത്, ഇപ്പോൾ ഗേറ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാവും, പക്ഷേ PSCക്കൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് കുറച്ച് റിസൾട്ടുകൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്ന കുറച്ച് സെറ്റ് ട്രാൻസ്ഫോമാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിക്കുന്നതാണ്. ഇപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ബൈ സെറ്റ് മൈനസ് എ. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ബൈ സെറ്റ് മൈനസ് വൺ ഹോൾ സ്ക്വയർ. ഇനി സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ മിനിമം ഈ രണ്ട് റിസൾട്ടെങ്കിലും നമ്മൾ പഠിക്കുക. ഇപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ പഠിച്ചാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ സ്ക്വയർ നമുക്ക് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. കാരണം സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് നമുക്ക് എൻ ഇൻറ്റു എൻ ആണ്. ഇനി നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ, ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മളെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ സെഡ് ഡൊമൈനിൽ വരുന്ന സമയത്ത് മൈനസ് സെറ്റ് ഡി ബൈ ഡി സെറ്റ് ഓഫ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ ആണ്. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ ആണ്. അപ്പോൾ മൈനസ് സെറ്റ് ഡി ബൈ ഡി സെറ്റ് ഓഫ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ സെറ്റ് ബൈ സെറ്റ് മൈനസ് വൺ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ സ്ക്വയർ കിട്ടും. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ സ്ക്വയർ നമുക്ക് ഇങ്ങനെ കിട്ടും, സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് വൺ ഹോൾ ക്യൂബ്. അപ്പോൾ ഞാനിവിടെ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ സ്ക്വയറിലോട്ട് പറയാൻ കാരണം ഇവിടെ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ എൻ പ്ലസ് വൺ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ എന്തുണ്ട്, ഒരു ടൈം ഷിഫ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ സ്ക്വയർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു സെറ്റ് ഇൻറ്റു, ഇവിടെ ഈ ഒരു സെറ്റിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ഇൻറ്റു സെറ്റ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ
z മൈനസ് 1 ഹോൾ ക്യൂബ്. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് z ട്രാൻസ്ഫോം ഓഫ് n പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എൻ ഡൊമൈനിൽ പ്ലസ് 1 ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് z ഡൊമൈനിൽ എന്താ സംഭവിക്കുക, ഇൻറ്റു z റേസ് ടു, ഇവിടെ 1 ആയതുകൊണ്ട് z റേസ് ടു 1, അപ്പോൾ ഇവിടെ z റേസ് ടു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് n സ്ക്വയറിൻ്റെ z ട്രാൻസ്ഫോം എഴുതിയാൽ മതി. അപ്പോൾ z ഇൻറ്റു z പ്ലസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഹോൾ ക്യൂബ്. അതായത് z ട്രാൻസ്ഫോം ഓഫ് n സ്ക്വയർ ഇതാണ് വരിക. ഇവിടെ നമ്മൾ n പ്ലസ് 1 ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റു z റേസ് ടു 1 ആണ്. z റേസ് ടു 1 എന്ന് പറഞ്ഞാൽ z ആണ്, z ഇൻറ്റു z സ്ക്വയർ ആണ്, z സ്ക്വയർ ഇൻറ്റു z പ്ലസ് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഹോൾ ക്യൂബ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ സിസ്റ്റം y ഓഫ് t ഈക്വൽ ടു x സ്ക്വയർ t ഈസ് ഓപ്ഷൻ എ ലീനിയർ ആൻഡ് നോൺ ഇൻവേർട്ടിബിൾ, ഓപ്ഷൻ ബി നോൺ ലീനിയർ ആൻഡ് നോൺ ഇൻവേർട്ടിബിൾ, ഓപ്ഷൻ സി ലീനിയർ ആൻഡ് ഇൻവേർട്ടിബിൾ, ഓപ്ഷൻ ഡി നോൺ ലീനിയർ ആൻഡ് ഇൻവേർട്ടിബിൾ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സിസ്റ്റം y ഓഫ് t ഈസ് ഈക്വൽ ടു x സ്ക്വയർ t എന്നുള്ളത് രണ്ട് കാര്യം ചെക്ക് ചെയ്താൽ മതി. ഒന്ന് ലീനിയാരിറ്റി നോക്കുക, പിന്നെ അതേപോലെ അത് ഇൻവേർട്ടിബിൾ ആണോ നോക്കുക. അപ്പോൾ ലീനിയർ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് അഡിറ്റിവിറ്റി ആൻഡ് ഹോമോജിനിറ്റി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലീനിയർ ആണ്. ലീനിയർ. ഇനി ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്, ഇതൊരു ഇൻപുട്ടിനെ സ്ക്വയർ ചെയ്യാണ് ചെയ്യണത് അല്ലേ. ഇപ്പോൾ നമ്മൾ x ഓഫ് t എന്നുള്ള ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് y ഓഫ് t കിട്ടും. ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്, ആ ഇൻപുട്ടിനെ സ്ക്വയർ ചെയ്യാണ്, കാരണം x സ്ക്വയർ t ആണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു വാല്യൂ എടുക്കുകയാണ് +2 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ എന്താണ്, 4 ആണ്. -2 എടുത്താലും എന്താണ്, 4 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആണ്, നമുക്ക് ഡിഫറൻറ്റ് ഇൻപുട്ടാണ് പക്ഷേ സെയിം ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണം, യുണീക്ക് ഔട്ട്പുട്ട് ഫോർ യുണീക്ക് ഇൻപുട്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അപ്പോൾ ഇത് നോൺ ഇൻവേർട്ടിബിൾ ആണ്. അപ്പോൾ ദർ ഈസ് നോ യുണീക്ക് ഔട്ട്പുട്ട് ഫോർ യുണീക്ക് ഇൻപുട്ട്, സോ ദ സിസ്റ്റം ഈസ് നോൺ ഇൻവേർട്ടിബിൾ. അപ്പോൾ ലീനിയർ ആൻഡ് നോൺ ഇൻവേർട്ടിബിൾ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എ ആണ്, ലീനിയർ ആൻഡ് നോൺ ഇൻവേർട്ടിബിൾ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. അസേർഷൻ തന്നിട്ടുണ്ട്. Kirchhoff വോൾട്ടേജ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ആൾജിബ്രിക് സം ഓഫ് ഓൾ വോൾട്ടേജസ് അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഇൻ എ നെറ്റ്വർക്ക് ഈസ് 0. ഇത് കറക്റ്റാണ്, നമ്മൾ പഠിച്ചതാണ്. അതിന് റീസൺ പറയുന്നുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഈസ് ദ ബേസിസ് ഓഫ് Kirchhoff വോൾട്ടേജ് ലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് Kirchhoff കറണ്ട് ലോയാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് Kirchhoff വോൾട്ടേജ് ലോ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ ഇവിടെ അസേർഷനും റീസണും നമ്മൾ നോക്കുകയാണെങ്കിൽ അസേർഷൻ കറക്റ്റാണ്, റീസൺ അതിൻ്റെ റീസണും ഇല്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. അപ്പോൾ എയും ബിയും നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റില്ല. സി എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്, അത് കറക്റ്റാണ് അല്ലേ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, രണ്ടാമത്തതിൻ്റെ റീസണും ഇല്ല, ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ. 12 6 Henry ഇൻഡക്ടേഴ്സ് ആർ യൂസ്ഡ് ആസ് എഡ്ജസ് to form a cube. Determine the equivalent inductance seen between two diagonally opposite corners of the cube. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യൂബിൻ്റെ കേസിൽ ഇപ്പോൾ റെസിസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റെസിസ്റ്ററിൽ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഓരോ എഡ്ജിലും നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യണം. ഇങ്ങനെ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഡയഗണലി ഓപ്പോസിറ്റ് കോർണേഴ്സിലുള്ള ആർ ഇക്വലൻ്റ് അല്ലേ, നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇപ്പോൾ എല്ലാ റെസിസ്റ്റൻസും ഈക്വലാണ്, ആറാണെങ്കിൽ നമുക്ക് 5/6 R എന്നാണ് വരിക. ഇവിടെ റെസിസ്റ്റർ അല്ല, അതിന് പകരം എന്താണ്, ഇൻഡക്റ്റൻസ് ആണ്. ഇപ്പോൾ നമുക്കറിയാം ഇൻഡക്റ്റേഴ്സ് സീരീസ് ആയിട്ട് വെക്കുന്ന സമയത്ത് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് വെക്കുന്ന സമയത്തും നമ്മൾ ഒരേപോലെയാണ് ഇക്വലൻ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. അതേപോലെ പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഇവിടെ പിന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സെയിം ഇതന്നെ ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ ഇതെല്ലാം എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എൽ ഈക്വലൻ്റ് ഇസ് ഈക്വൽ ടു 5/6 എല്ലാണ് വരും. ഇനി ഇവിടെ നമുക്ക് വാല്യൂ പറഞ്ഞിട്ടുണ്ട് 12 6 Henry ഇൻഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൽ ഇസ് ഈക്വൽ ടു 6 Henry ആണ്. അപ്പോൾ ഇവിടെ 5/6 × 6 Henry.
6ഉം 6ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 5 ഹെൻറി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ഈ റെസിസ്റ്ററിൽ നമ്മൾ ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് അതും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബി ആണ് കറക്റ്റ് ആൻസർ കിട്ടുക. ഓക്കെ, 22 ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദ 3 ohm റെസിസ്റ്റർ യൂസിങ് സൂപ്പർ പൊസിഷൻ തിയറം. അപ്പോൾ ഇവിടെ സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ട് നമ്മൾ ഈ 3 ohm റെസിസ്റ്ററിലൂടെയുള്ള ഈ ഐ എന്ന് പറഞ്ഞ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ സൂപ്പർ പൊസിഷൻ തിയറത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സോഴ്സിൽ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ സോഴ്സ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ സോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് റിമൂവ് ചെയ്യണം. ഇവിടെ കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് നമ്മൾ എന്താക്കും, ഓപ്പൺ ആക്കും. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിവിടെ കറണ്ട് I1 കാൽക്കുലേറ്റ് ചെയ്യാം. I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് അല്ലെ, അപ്ലൈ ചെയ്ത വോൾട്ടേജ് 20 വോൾട്ടാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 5 + 3. അപ്പോൾ നമുക്ക് 20/8 എന്ന് കിട്ടും. ഇനി നമുക്ക് 5 ആംപിയർ എന്നുള്ള സോഴ്സ് കൺസിഡർ ചെയ്യാം. അപ്പോൾ 20 വോൾട്ട്, അത് വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെന്താക്കും, ഷോർട്ടാക്കും അല്ലേ, ഇത് ഷോർട്ടാക്കും. അപ്പോൾ ഷോർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിവിടെ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഐ എന്നുള്ള കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോഴുള്ള കറണ്ട് I2 = അപ്പോൾ I2 = എന്താണ് കിട്ടുക, ഇവിടെ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ 3 ഓമിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് വരുന്ന കറണ്ട് എത്രയാണ്, 5 ആംപിയർ ആണ്. വരുന്ന കറണ്ട് 5 ആംപിയർ ആണ്. കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം നമ്മൾ ഈ റെസിസ്റ്ററിലോട്ടല്ലാതെ കറണ്ട് എങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ, ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇപ്പോൾ 5 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ അല്ലേ, കാരണം ഇവിടെ ഇങ്ങോട്ട് വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 5 ആംപിയർ ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ എന്നുള്ള കറണ്ടിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. വരുന്ന കറണ്ട് 5 ആംപിയർ, അതർ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 5 ohm ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 5 + 3. അപ്പോൾ 25/8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ കറണ്ട് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 + I2 = 20/8 + 25/8 = 45/8 = 5.625 ആംപിയർ എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു RL. ഇവിടെ നമുക്കൊരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മാക്സിമം പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പഠിച്ച സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ട് മാക്സിമം പവർ അല്ലേ. എന്താണ് മാക്സിമം പവർ? P max = VTH² / 4RTH. അപ്പോൾ നമുക്കിവിടെ ആദ്യം RTH കാണാം. RTH കാണാൻ നമ്മളിവിടെ ഈ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ആക്കുന്നു, കറണ്ട് സോഴ്സ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ 5 × 2 പാരലലായിട്ട് വരുന്നു അല്ലേ. അപ്പോൾ 5 × 2 അല്ലേ, 5 ohm റെസിസ്റ്ററും 2 ohm റെസിസ്റ്ററും പാരലൽ അല്ലേ. അപ്പോൾ I2 10/7 10/7 പ്ലസ് ഇവിടെ 3യും സീരീസ് ആണ്, അതിനോട് സീരീസ് ആണ് 10/7. അപ്പോൾ 3 + 3 + 10/7 അതായത് +6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ 52 അല്ലേ, 42 + 10 52/7 എന്ന് കിട്ടും R. ഇനി തെവനിൻ കാണണം. അപ്പോൾ VTH കാണാൻ നമുക്ക്, അപ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജാണ് VTH. അപ്പോൾ ഇവിടെ ലോഡ് ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കറിയാം ഈ 3 ohm റെസിസ്റ്ററിലൂടെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെയും എന്താണ് വരിക, VTH ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് VTH മൈനസ് അല്ലേ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബ്രാഞ്ച് എടുക്കാം, VTH - 10/5 അവിടുത്തെ കറണ്ട്. ഇനി ഇവിടെ വരുന്നത് എൻട്രിങ് കറണ്ടാണ്, അപ്പോൾ -2. ഇനി ഈ ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് VTH/2 = 0. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടും, VTH/5 10/5 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ -2 10/5 -2 ഇവിടെ ഉണ്ടാവും, പിന്നെ ഒരു -2 ഉണ്ട്, -2 പ്ലസ് VTH/2 = 0. ഇനി ഇവിടെ ഈ VTH/5ഉം VTH/2ഉം കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 5 + 2 7 VTH
divided by 5 into 2 10 is equal to minus 4 അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പ്ലസ് 4. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വി ടി എച്ച് is equal to 10 into 4 40 by 7 എന്ന് കിട്ടും അല്ലേ, 40 by 7. അപ്പോൾ ആർ ടി എച്ചും കിട്ടി വി ടി എച്ചും കിട്ടി. ഡയറക്റ്റ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ടി എച്ച് സ്ക്വയർ 40 by 7 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ആർ ടി എച്ച് 52 by 7. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും 1.0989 എന്ന് കിട്ടും. അതായത് 1.099 വാട്ട്സ് എന്ന് കിട്ടും, പവറാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1.099 വാട്ട്സ്. ഓക്കെ, അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ആൻ എ സി സീരീസ് ആർ എൽ സി സർക്യൂട്ട് ദ വോൾട്ടേജ് അക്രോസ് ആർ ആൻഡ് എൽ ഈസ് 20 വോൾട്ട്. Voltage across L and C is 9 volt. Voltage across RLC is 15 volt. What is the voltage across C? അപ്പോൾ ഒരു സീരീസ് ആർ എൽ സി സർക്യൂട്ടിൽ നമുക്ക് ഡിഫറെൻറ്റ് കമ്പോണൻസിനൊക്കെ അക്രോസിലെ വോൾട്ടേജുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജാണ്. വോൾട്ടേജ് അക്രോസ് സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്ന കാര്യമാണ്, ഒരു സീരീസ് ആർ എൽ സി സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് ആർ എൽ സിക്ക് അക്രോസുള്ള വോൾട്ടേജ് അക്രോസ് ആർ എൽ സി. അപ്പോൾ ഇത് തന്നിട്ടുണ്ട് 15 വോൾട്ട് തന്നിട്ടുണ്ട്, 15 വോൾട്ട്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് വോൾട്ടേജ് അക്രോസ് ആർ ആൻഡ് എൽ എന്ന് പറയുമ്പോൾ 20 വോൾട്ടാണ്. അതിന് ഞാൻ V1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആർ ആൻഡ് എൽ എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെയാണ് വരിക, വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ ആണ്. ഇത് 20 വോൾട്ട് തന്നിട്ടുണ്ട്. ഇനി വോൾട്ടേജ് അക്രോസ് എൽ ആൻഡ് സി തന്നിട്ടുണ്ട്. അതിന് ഞാൻ V2 എന്ന് എടുക്കുകയാണ്. V2 ഈസ് ഈക്വൽ ടു അവിടെ വി എൽ മൈനസ് വി സി ആണ് വരിക. വോൾട്ടേജ് അക്രോസ് എൽ ആൻഡ് സി എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി എൽ മൈനസ് വി സി ആണ് അല്ലേ. ഇവിടെ റൂട്ടും സ്ക്വയറും മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് എത്ര തന്നിട്ടുണ്ട്, 9 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ വി എൽ മൈനസ് വി സി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി എൽ മൈനസ് വി സി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി എന്ന് പറഞ്ഞാൽ 9 ആണല്ലേ, 9 സ്ക്വയർ ഈസ് ഈക്വൽ ടു 15 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് വി ആർ സ്ക്വയർ ഈക്വൽ ടു 15, ഈ റൂട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ്. മൈനസ് ഈ 9 സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുവരും. 9 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 81 ആണല്ലേ, 81. അപ്പോൾ 225 മൈനസ് 81 എന്ന് പറയുമ്പോൾ നമുക്ക് 144 കിട്ടും അല്ലേ, 144. അപ്പോൾ ഇതിന്ന് വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 144 ആണ്. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വി ആർ 12 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട വി സി ആണ്. ഇനി വി ആർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി എൽ കിട്ടും. അപ്പോൾ വി ആർ സ്ക്വയർ വി വൺ ഇസ് ഈക്വൽ ടു വി ആർ സ്ക്വയർ 12 സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 20 സ്ക്വയർ എന്നാവും. 20 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വി എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 400 മൈനസ് 144 എന്ന് കിട്ടും. അപ്പോൾ 400 മൈനസ് 144 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 256 ആണ് അല്ലേ. 256ൻ്റെ റൂട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 16 എന്ന് കിട്ടും അല്ലേ, 16 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് വി എൽ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്കറിയാം വി എൽ മൈനസ് വി സി 9 വോൾട്ടാണ്. അപ്പോൾ 16 മൈനസ് വി സി is equal to 9 വോൾട്ട്. ഇവിടുന്ന് വി സി is equal to 16 മൈനസ് 9 അല്ലേ. 16 മൈനസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരെ ഓപ്ഷൻ എ ആണ്, 7 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സിങ്ക്രണസ് മെഷീൻ. First statement, the synchronizing torque or stiffness of coupling in a synchronous machine increase with increase in load angle. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, the steady state stability limit or maximum power transfer condition in a cylindrical rotor and salient pole synchronous machine occurs at a load angle is equal to 90 degree.
അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഇവിടെ പിന്നെ ഇലക്ട്രിക്കൽ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ സിങ്ക്രണൈസിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പി മാക്സ് കോസ് ഡെൽറ്റയാണ്. അപ്പോൾ ഇവിടെ പിന്നെ ആംഗിൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്റ്റിഫ്നെസ് കുറയാണ് ചെയ്യുക അല്ലേ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്, ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ലോഡ് ആംഗിൾ. അപ്പോൾ ഇത് തെറ്റാണ്. ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ലോഡ് ആംഗിൾ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അടുത്തത് ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ടും 90 ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സിലിണ്ടറിക്കൽ റോട്ടർ ആണെങ്കിൽ സിലിണ്ടറിക്കൽ റോട്ടറിൻ്റെ കേസിൽ 90 ഡിഗ്രിയാണ്. പക്ഷേ സാലിയൻറ്റ് പോളിൻ്റെ കേസിലാണെങ്കിൽ അത് 45 ഡിഗ്രിയാണ്. തിയറിയിൽ പഠിക്കുന്നതാണ്, 45 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 and 2 ബോത്ത് ആർ ഇൻകറക്റ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ വേർഷൻ കോഡ് ബിയിലെ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്